ഹലോ, ഇന്ന് നമ്മുടെ ഈദ് വ്ളോഗാണ്. അപ്പോൾ ഇതാ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ എടുത്ത് ചായ ഉണ്ടാക്കാൻ ഇറങ്ങിയതല്ല, പെരുന്നാളിൻ്റെ മൈലാഞ്ചിട്ടാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതിന് മുന്നേയും ഈ ഒരു ഹെന്നൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നഖത്തിലിടാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചുമന്ന് വരുന്ന മൈലാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 ടീസ്പൂണ് ചായപ്പൊടി, 3 ടീസ്പൂൺ തന്നെ എടുത്തെന്ന് തോന്നുന്നു ചായപ്പൊടി. അപ്പോൾ അത് നമുക്ക് എത്ര ലിക്വിഡ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഇത് വലിയ ജീരകത്തിൻ്റെ, പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, 1 ടീസ്പൂണ് അതെടുത്തിട്ടുണ്ട്. ഇനി പൊടിക്കാത്തതുണ്ടെങ്കിൽ അതായാലും മതി. ഒരു 4-5 ഗ്രാമ്പൂവിൻ്റെ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഗ്രാമ്പൂ ഇട്ടിട്ടുള്ള ഹെന്നൻ്റെ ഇതിങ്ങനെ കണ്ടപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ല. ഞാൻ ഗ്രാമ്പൂ ചേർക്കാതെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്, എന്നാലും നല്ല കളർ കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് നോക്കാം, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കരി പിടിച്ച ഒരു പഴയ പാത്രം എടുക്കുക. അപ്പോൾ ഞാനിതിലെപ്പോഴും ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ടാണ് ഈ പാത്രം ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് ബാക്കി ചുറ്റിലും ഇത് മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ടൈലിൻ്റെ എന്തിൻ്റെങ്കിലും ഒരു പീസ് വെച്ച് കൊടുക്കുക. അതിന് ഉള്ളിൽ വെക്കാൻ പാകത്തിനുള്ള ചെറിയൊരു ബൗളും കൂടെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ അതിന് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴ്ഭാഗം കുറച്ചിങ്ങനെ കുഴിഞ്ഞ് നിൽക്കുന്ന ഒരു പാത്രം നോക്കിയിട്ട് എടുക്കുക. അങ്ങനെ ആകുമ്പം ആവി ഒട്ടും പുറത്തേക്ക് പോവാതെ നല്ല ടൈറ്റായി നിൽക്കുന്ന പാത്രം വേണം കേട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ വെള്ളം ഫുള്ള് ആ ഒരു സെൻറ്ററിൽ വെച്ച ബൗളിലേക്ക് തന്നെ ഇറങ്ങി വീഴുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പാത്രങ്ങൾ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലായിട്ട്. ഒരു 10-20 മിനിറ്റ് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ആ വെള്ളം നന്നായി ചൂടായി വരുന്ന ടൈമിൽ അത് എടുത്തിട്ടൊന്ന് മാറ്റി വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോകുന്ന വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് തുറന്നിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ഡാർക്ക് സ്റ്റെയിനിലുള്ള ലിക്വിഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ലിക്വിഡിൻ്റെ കളറിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ നഖത്തിൽ വരുന്ന ചുവപ്പ്. അപ്പോൾ ഇത് നല്ല ഡാർക്ക് കളറാണെങ്കിൽ നല്ല നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെയിലിങ്ങനെ ഒലിച്ചിറങ്ങാത്ത വിധത്തിലുള്ള ആ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇത് 2 ദിവസം മുന്നേ ചെയ്താൽ നല്ല ഇതിനൊക്കെ നല്ല കളർ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മുറ്റത്ത് പൂത്തിരി കത്തിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പെരുന്നാൾ അങ്ങനെ ഓരോ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ നഖത്തിൽ ഹെന്നിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ബാക്കിൻ്റെ മൈലാഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ പെരുന്നാളിൻ്റെ ദിവസം രാവിലെ പള്ളിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. മോള് നീച്ച് വരികയാണ് അല്ലി. അങ്ങനെ പള്ളി പോവലും കഴിഞ്ഞ് പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ മുറ്റത്ത് ഒരു ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മക്കൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് ഒരുങ്ങലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യണുണ്ട്. അപ്പോൾ ഇതാണ് മൈലാഞ്ചിൻ്റെ ചുവപ്പ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ചുവപ്പ് കളർ വരും. അപ്പോൾ ആ മൈലാഞ്ചി ആരെങ്കിലും ട്രൈ ചെയ്ത് ആവശ്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറേ ആൾക്കാർ ഇതുണ്ടായി സക്സസ് ആവാത്ത ആൾക്കാരുണ്ട്. ആദ്യമൊക്കെ കുറേ മുന്നേ ചെയ്യുമ്പോൾ എനിക്കും അത്ര ലിക്വിഡ് അങ്ങനെ കാര്യമായിട്ട് കിട്ടൂല. അങ്ങനെ നമ്മൾ പാത്രമൊക്കെ എടുക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള പാത്രം നോക്കി എടുത്താൽ മതി. പുറത്തേക്ക് ആവി പോവാത്ത വിധത്തിലുള്ള എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലിക്വിഡ് കിട്ടും. അങ്ങനെ ബീഫ് ബിരിയാണി ആയിരുന്നു. ബിരിയാണിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ ഫ്രൈയും ചിക്കൻ ഫ്രൈയും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പെരുന്നാളിൻ്റെ ഫുഡ്. അപ്പോൾ എല്ലാവരും പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്.
പിന്നെ ഞാൻ ഡെസേർട്ടൊക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പായസം ഉണ്ട്. പിന്നെ പായസം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്, രാവിലെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ക്യാരറ്റ് വെച്ചിട്ടൊരു ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ മക്കൾ രാവിലെ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ ഇരുന്നത്. അപ്പം ഞാൻ പള്ളിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലുള്ള ഇത് കൊടുക്കണം. ഇത് ക്യാരറ്റും സാബൂനരിയും വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് ടൈറ്റാക്കി എടുത്തിട്ടില്ല, അങ്ങനെ കുടിക്കാൻ പാകത്തിന് അങ്ങനെ ആക്കിയിട്ടുള്ളൂ. ഫ്രിഡ്ജിൽ തലേന്ന് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ എൻ്റെ ചുരിദാറൊക്കെ ഒന്ന് ഷേപ്പ് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മെഷീനൊക്കെ കൊണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ ഷേപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം താത്താരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പുഡിങ്ങും കുനാഫ ഒക്കെ ഇങ്ങോട്ട് കൊടുത്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓള് വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഓല പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ട് അങ്ങോട്ട് പോകാനൊന്നുമില്ല, വീട്ടിൽ പോകണം, അത്ര തന്നെ. അപ്പം അങ്ങനെ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ഫോട്ടോസ് എടുക്കണം, വീട്ടിൽ പോകണം, അതാണ് പരിപാടി. ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഈദിൻ്റെ ഡ്രസ്സ്. ഒരു പാർട്ടി വെയർ ചുരിദാർ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇപ്രാവശ്യം പെരുന്നാളിന്, അതും ചെറിയ പെരുന്നാളാകുമ്പം ചുരിദാർ ഒരു എത്നിക് വെയറിൽ അല്ലേ ഒരുങ്ങാനിഷ്ടം. അപ്പോൾ ചെറിയ പെരുന്നാൾ എന്ന് വിചാരിക്കണ്ട, ഇത് ചെറിയ പെരുന്നാളിൻ്റെ വ്ളോഗാണ് കേട്ടോ. ഇതന്ന് ഇടണം എന്ന് വിചാരിച്ച് പിന്നെ ലേറ്റ് ആയപ്പോൾ ഞാൻ ഇടാതെ മാറ്റി വെച്ചതായിരുന്നു. വലിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ മക്കളുടെയും എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഇതാ വീട്ടിൽ പോവാണ്. രാത്രി ആവാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഫാമിലി ഫോട്ടോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ട് കാറ് കയറി ഇതാ വീട്ടിൽ പോവാണ്. ഇത്ര വരെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയൊക്കെ നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വലിയ പെരുന്നാളിൻ്റെ വിശേഷമായിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരുന്നുണ്ട്. താങ്ക് യു, ബൈ.